നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പന്തിരിക്കരയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം പണിയാൻ പൈലിംഗ് നടത്തുമ്പോൾ ഇലക്ട്രിക് ലൈൻ പൊട്ടിവീണ് ജീവനക്കാരന് ഷോക്കേറ്റു. ഇതോടെ ഞായറാഴ്ച രാത്രി മുതൽ പ്രദേശത്ത് വൈദ്യുതിയും നിലച്ചു. വീട്ടുകാരും കച്ചവടക്കാരും ദുരിതത്തിലായി. പന്തീരിക്കരയിൽ സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിക്കാൻ പൈലിംഗ് മെഷീൻ ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ ഇലക്ട്രിക് ലൈനിൽ തട്ടി ലൈൻ പൊട്ടി വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഷോക്കേറ്റു. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ പ്രദേശത്തെ വൈദ്യുതിയും നിലച്ചു. പന്തീരിക്കര പോലീസ് സ്റ്റേഷനു സമീപത്തെ ട്രാൻസ്ഫോമർ മുതൽ പൈതോത്ത് റോഡ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമർ വരെയുള്ള പ്രദേശത്താണ് വൈദ്യുതി ലഭിക്കാതായതെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഞാൻ ഇവിടെ കോഴിക്കച്ചവടം നടത്തുന്ന ആളാണ്. ഇവിടെ എനിക്കിപ്പോൾ ഇന്നലെ 12 മണിക്ക് പോയ കറണ്ടാണ്. ഏകദേശം ഫാനില്ലാത്ത കാരണം ഒരു 10-12 കോഴി ഇപ്പോൾ ചത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ പന്നിക്കട, ഇവിടെ തേങ്ങാക്കടയിൽ തേങ്ങ എടുക്കണമെങ്കിൽ ത്രാസ് വർക്ക് ചെയ്യുന്നില്ല. പല പ്രശ്നങ്ങളാണ് അവിടെ. പലചരക്കടയിൽ ഐസ്ക്രീമുള്ള ബോക്സും ഫ്രീസറും എല്ലാം ഐസ്ക്രീം എല്ലാം ഇപ്പം വെള്ളമായി. ഇപ്പോൾ KSEB പറയുന്ന അവരുടെ നഷ്ടപരിഹാരം ഇവിടെ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഫ്ലാറ്റ് പണിയുന്നതിൻ്റെ വകയിൽ ട്രെയിൻ തട്ടിയ വകയിൽ ഒരു ലൈൻ പൊട്ടിയ വകയിൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാതെ അത് റെഡിയാക്കില്ല എന്നാണ് KSEB എന്ന് പറയുന്നത്. ഞങ്ങൾക്കുണ്ടായ നഷ്ടം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് അവരോട് മേടിച്ചോ, അവർ എന്താണെന്ന് കറക്റ്റ് ആൻസർ പറയുന്നില്ല. ഇന്നലെ 12 ഇങ്ങനെ പോയ കറണ്ടാണ്. ഒരു സ്വകാര്യ വ്യക്തിക്ക് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി, വീടോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി, ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയ്ത പരിപാടിക്ക് ഒരു ലൈന് പൊട്ടി കയറി. ഇതുവരെ ഈ സമയം വരെ കറണ്ട് വന്നില്ല. ഞാനൊരു പലചരക്ക് കട നടത്തുന്ന ആളാണ്. അവിടെ ഫ്രിഡ്ജുണ്ട്, ഐസ്ക്രീമുണ്ട്, പാലുണ്ട്, അങ്ങനെ എല്ലാ സംഗതിയും കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇതുവരെ. അപ്പോൾ ത്രാസ് പോലും വർക്ക് ചെയ്യുന്നില്ല. അപ്പം 24 മണിക്കൂറായി. അപ്പം 24 മണിക്കൂർ ഒരു ഐസ്ക്രീമെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? പാൽ ഫ്രീസറിനകത്ത് ഐസ്ക്രീമുണ്ട്, പാലുണ്ട്. അതിനുള്ള ആക്ഷൻ എന്തായാലും എടുക്കണമെന്ന്. ഇതോടെ ഫ്രീസറിൽ സൂക്ഷിച്ച സാധനങ്ങളും കേടുവന്നു. ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും അടച്ചിടേണ്ടി വന്നു. ഇലക്ട്രിസിറ്റി അധികൃതരെ ഉടൻ തന്നെ വിവരം നൽകിയെങ്കിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഈ ബാത്റൂം പോകാനാച്ച ടാങ്കിൽ വെള്ളമല്ല. പിന്നെ ഞാൻ ഇവിടെ പത്രത്തിൻ്റെ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അതിന് കറണ്ട് വേണം. ഇന്ന് പണിയെടുത്തില്ല. അപ്പോൾ വലിയ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ. KSEBിനെ വിളിച്ചിട്ട് ഒരു നമ്പർ നോക്കിപ്പോയി അല്ലാണ്ട് പിന്നെ ഇതുവരെ അതിന് ബാക്കിയുള്ള പ്രവർത്തനം നടന്നില്ല. മണി മുതൽ ഇവിടെ കറണ്ടില്ല. നമുക്ക് ഈ പന്തിരിക്കര ലാസ്റ്റ് വന്നിട്ട് ഈ ഏരിയയിൽ മൊത്തം 2 ട്രാൻസ്ഫോമറിൻ്റെ ഫീസാർ ഊരി വെച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പൈലിംഗ് അടിക്കുന്നുണ്ട്. ഒരു ബിൽഡിംഗ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് പൈലിംഗ് അടിക്കുന്നത് സംബന്ധിച്ച് പിന്നെ ഒരു മിഷ്യൻ കൊണ്ട് ഇതിൻ്റെ ലൈനിനെ തട്ടിയാണ്. അപ്പോൾ ലൈനിൽ പൊട്ടി. അപ്പോൾ അതിൻ്റെ പയ്യനെ ആശുപത്രി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ആൾ നോർമലാണ്. പക്ഷേ ഇവർ ഫൈൻ അടയ്ക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി വിളിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഫൈൻ അടയ്ക്കണമെന്നാണ്. ഈ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടുന്ന് കടക്കാർ നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ പച്ചക്കറിൻ്റെ കച്ചവടം, അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഓരോരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളവരെ കറണ്ടില്ലാണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ KSEBിൽ വിളിച്ചാൽ നമുക്ക് കറണ്ടില്ലല്ലോ, നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരു ഫൈൻ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് തരുമെന്ന് വെച്ചാൽ നമുക്ക് മേലെ നിന്നുള്ള ഉത്തരവാണ്. അതുകൊണ്ട് നമ്മളവിടെ ഓഫാക്കി വെച്ചിരിക്കാന്ന്. മേലേന്ന് പറയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളവരോട് പറഞ്ഞ് നമ്മളെ സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നു. ഐസ്ക്രീം, അതുപോലെ തന്നെ മീൻകടയിലെ മീൻ കാര്യങ്ങളൊക്കെ ഗ്ലാസ്സില്ല, ചാർജില്ലാണ്ട് ഗ്ലാസ് ഓഫായി പോയിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ ഇറച്ചിപ്പീടിയിൽ ഇറച്ചി ഫീസറിൽ വെച്ചേക്കുന്ന പന്നി ഫാം, ഇതിൻ്റെ എല്ലാ സംഗതികളും ബ്ലോക്കായി കിടക്കുക. ഇവിടെ കച്ചവടക്കാർ ഇന്നലെ മുതൽ അനുഭവിക്കുന്ന വേദനകൾ ഇവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. KSEBിക്കാർ എത്ര പ്രാവശ്യം KSEBിക്കാരോട് പറയുന്നത് ഒരു പറയുന്നത് ഈ ഒറ്റ വാർത്തയാണ്. നമ്മളവിടെ ഊതി വെച്ചിട്ട് നമുക്ക് മേലേന്ന് ഉത്തരവ് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മൾ ഒരു ഫൈൻ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കറണ്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കാണെങ്കിൽ ഒലിപ്പിട ലൈൻ കെട്ടാൻ വരുമ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി നിൽക്കുകയാണ്. ഇലക്ട്രിക് ലൈൻ കേടുവരുത്തിയ സ്ഥല ഉടമ നഷ്ടം ഇലക്ട്രിസിറ്റി അധികൃതർക്ക് നൽകിയാൽ മാത്രമേ വൈദ്യുതി ലഭിക്കൂവെന്നാണ് പറഞ്ഞതെന്ന് കച്ചവടക്കാർ പറഞ്ഞു. ഇതോടെ സമീപത്തെ വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് കറണ്ടില്ലാത്തതിനാൽ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇന്നലെ ഉച്ചയ്ക്ക് പോയ കറണ്ടാണ്. പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടി, വെള്ളമില്ല, എല്ലാം കൂടെ ഭയങ്കര സീപ്പിലാണ്. വരയ്ക്കാനും പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ഇന്നലെ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.